കെ.പി.സി.സി അധ്യക്ഷൻ കെ സുധാകരൻ കണ്ണൂരിലും രാഹുൽ ഗാന്ധി വയനാട്ടിലും മത്സരിക്കും. കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയിലാണ് തീരുമാനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ സ്ഥാനാർത്ഥികളെ നാളെ പ്രഖ്യാപിക്കും. 16 സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. കെ.പി.സി.സിയും യു.ഡി.എഫിലെ മുഴുവൻ ഘടകകക്ഷികളും എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു യു.ഡി.എഫിന്റെ തീരുമാനമായിട്ട് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്ന്. അത് ഞങ്ങൾ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. കെ.പി.സി.സി നേരത്തെ തന്നെ ആ തീരുമാനം അറിയിച്ചിട്ടുണ്ട്, എല്ലാ തലത്തിലും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ആലോചിച്ചിട്ടാണ് ഈ തീരുമാനം, ഇന്നെടുത്ത തീരുമാനം ദയവീത് ഞങ്ങളോട് പറയരുത്. ഞങ്ങളല്ല അത് പ്രഖ്യാപിക്കേണ്ടത്, ഔദ്യോഗികമായി AICC നേതൃത്വമാണ് പ്രഖ്യാപിക്കേണ്ടത്. അത് നാളെ രാവിലെ തന്നെ പ്രഖ്യാപിക്കും. നാളെ രാവിലെ തന്നെ ഔദ്യോഗികമായി ഇത് പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ 16 കോൺഗ്രസ് സ്ഥാനാർത്ഥികളും അവരുടെ പ്രവർത്തനങ്ങൾ ഔദ്യോഗികമായി ആരംഭിക്കും. 4 UDF സ്ഥാനാർത്ഥികൾ നേരത്തെ തന്നെ അവരുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. നാളെ മുതൽ 20 UDF സ്ഥാനാർത്ഥികളും ഫീൽഡിലിറങ്ങി പ്രവർത്തനം തുടങ്ങും. ആരും പ്രതീക്ഷിക്കാത്ത സർപ്രൈസ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകുമെന്ന് കെ.പി.സി.സി അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞു. വലിയ സർപ്രൈസ് ഉണ്ടാവും. അത് പേര് പറയില്ല. വലിയ സർപ്രൈസ് ഉണ്ടാവും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ നമ്മളെ ലിസ്റ്റിന്റെ അകത്ത് വരും, ഉറപ്പ്. എല്ലാരും എല്ലായിടത്തും ഉണ്ടാവും. എന്നാലും നിങ്ങൾക്കത് സർപ്രൈസ് ആയിരിക്കും. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. നിതിൻ, നേതാക്കൾ ഉറപ്പിച്ചു പറയുന്നു നാളെ രാവിലെ തന്നെ ഈ പട്ടിക പ്രഖ്യാപിക്കും എന്നുള്ളത്. ഇതിൽ സർപ്രൈസ് എന്താകും എന്നുള്ളതാണല്ലോ കൗതുകം. പ്രവിത, നാളെ രാവിലെ തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവരും. 16 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയും കോൺഗ്രസ് നാളെ തന്നെ പ്രഖ്യാപിക്കും. കേരളത്തിലുള്ള ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് കെ.പി.സി.സി അധ്യക്ഷൻ വ്യക്തമാക്കിയത് വലിയ സർപ്രൈസുകൾ ഉണ്ടാകുമെന്നാണ്. ഒരു പക്ഷേ അത് സിറ്റിംഗ് MP-മാർ മാത്രമല്ല, പുതുമുഖങ്ങളെയും ഒരു പക്ഷേ പരീക്ഷിക്കാനുള്ള സാധ്യതയാണ് ഇന്നത്തെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. എന്തായാലും ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് അത്തരമൊരു മാറ്റം എന്നത് സംബന്ധിച്ച് അല്പസമയത്തിനുള്ളിൽ നമുക്ക് വ്യക്തമാകും. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കും. കണ്ണൂരിൽ കെ സുധാകരനും മത്സരരംഗത്തുണ്ടാകും. എന്നാൽ മറ്റു ചില മണ്ഡലങ്ങളിലാകും വലിയ സർപ്രൈസുകൾ ഉണ്ടാവുക. എന്തായാലും വലിയ മാറ്റങ്ങളോടുകൂടി തന്നെയാകും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക നാളെ പുറത്തിറക്കുക എന്നാണ് വ്യക്തമാക്കാൻ സാധിക്കുന്നത്. ഇന്നത്തെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലാണ് ഇത്തരമൊരു തീരുമാനം, അന്തിമ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നേതാക്കൾ വ്യക്തമാക്കിയത് വലിയ സർപ്രൈസുകൾ എന്ന് പറയുമ്പോൾ നേരത്തെ സിറ്റിംഗ് MP-മാർ മാത്രം മത്സരരംഗത്ത് ഉണ്ടായാൽ മതി എന്നൊരു തീരുമാനമാണ് സ്വീകരിച്ചത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആലപ്പുഴയിൽ KC വേണുഗോപാലിന്റെ അടക്കം പേരുകൾ ഉയർന്നിരുന്നു. അതിലെല്ലാം തന്നെ ഇന്നത്തെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. എന്തായാലും ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം നമുക്ക് ആ ഒരു പട്ടിക പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് കെ.പി.സി.സി നേതൃത്വം വ്യക്തമാക്കുന്നത്. ഒരുപക്ഷെ സർപ്രൈസുകൾ എന്ന് പറയുമ്പോൾ സിറ്റിംഗ് MP-മാരെ മാറ്റി മറ്റു ചില ആളുകളെയും ഒരുപക്ഷെ പരീക്ഷിക്കാൻ സാധ്യതയുണ്ട്. അത് ആരൊക്കെയെന്ന് സംബന്ധിച്ചാണ് ഇപ്പോൾ ഒരു ചില പേരുകളെല്ലാം തന്നെ ഉയരുന്നത്. എന്തായാലും അതിലടക്കം ഒരു തീരുമാനം നമുക്ക് അല്പസമയത്തിന് തന്നെ പ്രതീക്ഷിക്കാം. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി എന്ന കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ആ ഒരു തീരുമാനം സ്വീകരിക്കട്ടെ എന്നാണ് നേരത്തെ ഹൈക്കമാൻഡ് അടക്കം നിലപാട് സ്വീകരിച്ചത്. പക്ഷേ അതിൽ രാഹുൽ ഗാന്ധി കൃത്യമായി അറിയിച്ചിരിക്കുന്നു, വയനാട്ടിൽ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് ശേഷം നേതാക്കളെല്ലാം തന്നെ അത്തരമൊരു പ്രതീക്ഷ പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും ഏതാനും മണിക്കൂറുകൾക്കും തന്നെ ആ ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരു പ്രഖ്യാപനമുണ്ടാകും. നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.